BSc ഡയാലിസിസ് ടെക്നോളജി എന്നത് +2 സയൻസ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മികച്ച പാരാമെഡിക്കൽ കോഴ്സാണ്. ഈ കോഴ്സിന്റെ അഡ്മിഷൻ, എലിജിബിലിറ്റി, അംഗീകാരമുള്ള കോളേജുകൾ, പഠിച്ചിറങ്ങിയുള്ള ജോലി സാധ്യതകൾ തുടങ്ങിയ എല്ലാവിധ സംശയങ്ങൾക്കും ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഡയാലിസിസ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രൊസീജിയറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. ശരീരത്തിലെ മലിനമായ രക്തത്തിനെ പ്യൂരിഫൈ ചെയ്ത് നല്ല ബ്ലഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കിഡ്നിയുടെ പ്രധാന ഫംഗ്ഷൻ. അതിനെയാണ് ഡയാലിസിസ് എന്ന് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വൃക്കകൾക്കൊക്കെ തകരാറ് സംഭവിക്കുമ്പോൾ ഡയാലിസിസ് എന്ന പ്രൊസീജിയർ അത്യാവശ്യമാണ്. നമ്മുടെ ന്യൂ ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ് ഇതൊക്കെ പലതരത്തിലുള്ള BP, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ വരുത്തുകയും ഇതുമൂലം കിഡ്നി ഡാമേജ് ആകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റാതെ വരുന്ന കിഡ്നിക്ക് അതിൻ്റെ പ്രോസസ്സ് കൃത്യമായി നടത്താൻ വേണ്ടി നമ്മളൊരു എക്സ്റ്റേണൽ മെഷീൻസിൻ്റെ ഹെൽപ്പ് സ്വീകരിക്കുകയും നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അതെ, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഡയാലിസിസ് പ്രൊസീജിയർ കൃത്യമായി ചെയ്യുന്ന പാരാമെഡിക്കൽ പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ഡയാലിസിസ് ടെക്നീഷ്യന്മാർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു കോഴ്സ് പഠിച്ചവർക്ക് മെഡിക്കൽ ഫീൽഡിലെയും ഹെൽത്ത് കെയർ സെക്ടറിലെയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയാലിസിസ് ടെക്നീഷ്യൻ ആകാൻ സാധിക്കുന്നു. ഡയാലിസിസ് എന്ന പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള മെഷീൻസ് പ്രോപ്പറായി യൂസ് ചെയ്യാനും പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ആൾക്കാരെ അസൈൻ ചെയ്തിട്ടുണ്ടാകും. ഈ ആൾക്കാരെല്ലാം ഡയാലിസിസ് ടെക്നോളജി എന്ന കോഴ്സ് കഴിഞ്ഞു വന്ന വ്യക്തികളാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കോഴ്സ് പഠിച്ചവരുടെ റോള് വരുന്നത്. ഈ ഒരു കോഴ്സിന് BScയും ഡിപ്ലോമയും അവൈലബിൾ ആണ്. 3+1 ഇയർ ഇന്റേൺഷിപ്പ് BScക്കും 2+1 ഇയർ ഇന്റേൺഷിപ്പ് ഡിപ്ലോമയ്ക്കും വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂറേഷൻ. BScക്ക് വേണ്ട എലിജിബിലിറ്റി എന്നത് +2ൽ ബയോളജി സയൻസ് മിനിമം 50% മാർക്കോടെയെങ്കിലും പാസ്സായിരിക്കുക എന്നത് മാത്രമാണ്. BSc കഴിഞ്ഞിട്ട് MScയും പഠിക്കുന്നത് ഒരു ലെക്ചററായിട്ടൊക്കെ ജോലി ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് ഡയാലിസിസ് പേഷ്യൻസുമാർ കൂടി വരികയാണ് നമ്മുടെ സമൂഹത്തിൽ. അതിനനുസരിച്ച് ഡയാലിസിസ് സെന്റേഴ്സിന്റെ ആവശ്യകത കൂടി വരുന്നു. സോ ഹോസ്പിറ്റലുകളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും ഡയാലിസിസ് സെന്ററുകളിലും നേഴ്സിംഗ് ഹോമുകളിലുമൊക്കെ നിങ്ങൾക്ക് ഡയാലിസിസ് തെറാപ്പിസ്റ്റായും ഡയാലിസിസ് ടെക്നീഷ്യനായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ കോർഡിനേറ്ററായിട്ടും മെഡിക്കൽ ടെക്നീഷ്യനായിട്ടും ഇതിനു പുറമെ കോളേജുകളിൽ ലെക്ചററായിട്ടും വർക്ക് ചെയ്യാനും സാധിക്കുന്നു. മറ്റുള്ള മെഡിക്കൽ കോഴ്സുകളെ വെച്ച് നോക്കുമ്പോൾ എബ്രോഡും അതുപോലെ വിത്ത് ഹൈ സാലറിയിൽ വർക്ക് ചെയ്യാൻ തൊഴിലവസരങ്ങൾ ഒരുപാടുള്ള ഒരു കോഴ്സ് തന്നെയാണ് BSc ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത്. വളരെ റെയർ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെ ചുരുക്കം കോളേജുകളിൽ മാത്രമേ റീനൽ ഡയാലിസിസ് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ നിയർ ബൈ സ്റ്റേറ്റുകളിൽ ഒരുപാട് കോളേജുകളിൽ ഈ ഒരു കോഴ്സ് പഠിക്കുവാൻ സാധിക്കും. പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.